2.5 ഗ്രാം വേണമെങ്കിൽ 50 ഗ്രാം നാഗത്തകരം വേണം. 50 ഗ്രാം 50 മില്ലി 2.5 ഗ്രാമിൽ ഒരെണ്ണം വേണമെങ്കിൽ 50 മില്ലിയാണ്. അപ്പോൾ 50 മില്ലി വീതം എല്ലാത്തിനും സമ അളവ് എടുക്കണം. ഈ സമ അളവ് എടുക്കുമ്പോൾ വില കൂടുന്ന സാധനം എന്തു ചെയ്യും? അവർ അതിനെ മാറ്റി വയ്ക്കും. വില കൂടുന്ന സാധനത്തിൽ കുറച്ചേ ചേർക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഇതിൽ കുറവ് സംഭവിക്കും. എന്ന് പറഞ്ഞാൽ സമ അളവ് ചേർന്നാലേ പഞ്ചലോകമാകുള്ളൂ. അതിൽ എന്തെങ്കിലും ഐറ്റങ്ങൾ കുറച്ചും കൂട്ടുകയും ചേർത്ത് കഴിഞ്ഞാൽ അത് പഞ്ചലോകമായി അത് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും പഞ്ചലോകം എന്ന് പറയുന്നത് 5 ലോകവും സമാന രീതിയിൽ ചേർന്നാൽ മാത്രമേ പഞ്ചലോകം എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ല ഏതെങ്കിലും കുറേയും കൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഞ്ചലോകത്തിന് ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ആ പവർ നമുക്ക് കിട്ടത്തില്ല. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. അതുകൊണ്ട് നമുക്ക് സാധാരണക്കാരെല്ലാം വെള്ളിയോ സ്വർണ്ണമോ വാങ്ങുക. ഇതിലും പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളി വാങ്ങണവർ വെള്ളി കൊണ്ട് വാങ്ങിക്കാനേ നമുക്ക് കഴിയുള്ളെങ്കിൽ വെള്ളി വാങ്ങിച്ചു കൊടുക്കുക. പക്ഷേ സ്വർണ്ണം വാങ്ങാനേ കഴിയുള്ളെങ്കിൽ സ്വർണ്ണം ഏലസ് വാങ്ങുക. എന്ന് പറഞ്ഞാൽ ഈ ഏലസ് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. അത് 2 ഏലസ് ഒരുമിച്ച് അടയ്ക്കേണ്ടതാണ്. ഞാൻ ഏലസിൻ്റെ മോഡൽ നിങ്ങൾ ഇതിൻ്റെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഏലസ് എങ്ങനത്തെ മോഡൽ പണിയണമെന്നോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ മോഡലും എൻ്റെ നിങ്ങൾ വാട്സപ്പിൽ വിളിക്കരുത്. വാട്സപ്പിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. ഈ കൂട് എങ്ങനത്തെ കൂട് വാങ്ങിക്കണം എന്നുള്ളത് കാണിച്ചു തരും ഞങ്ങൾ. അത് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അയച്ചു തരും. അപ്പം അത് നമ്മൾ എടുത്തു വെച്ചിട്ട് അതിനെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് സംശയം വരില്ല എങ്ങനത്തെ ഇത് കൂട് വാങ്ങിക്കേണ്ടതെന്ന്. അപ്പോൾ നല്ല കൂട് നോക്കി ഇപ്പോൾ വെള്ളി വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ വെള്ളി വാങ്ങിച്ചോളി. സ്വർണ്ണം വാങ്ങാൻ കഴിവുള്ള സ്വർണ്ണം തന്നെ വാങ്ങുക.